My dear students, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഹൈബ്രിഡൈസേഷനുമായി റിലേറ്റ് ചെയ്ത് വരുന്ന മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനോർഗാനിക് മോളിക്യൂളിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മോളിക്യൂളാണ് ഓക്സി ആസിഡ് എന്നുള്ള മോളിക്യൂൾ. ഈ ഓക്സി ആസിഡിൻ്റെ സെൻട്രൽ എലമെൻ്റ് ഹൈബ്രിഡൈസേഷനുമായി റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ പലപ്പോഴും ഒബ്ജക്റ്റീവ് എക്സാം പേപ്പറിൽ കാണാറുണ്ട്. ഇത് നമ്മൾ എങ്ങനെ വളരെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നുള്ള ഏറ്റവും പുതിയ ട്രിക്കുകളുമായിട്ടാണ് ഇന്നത്തെ ക്ലാസ്. ഹൈബ്രിഡൈസേഷൻ ഓഫ് സെൻട്രൽ എലമെന്റ്. ഹൈബ്രിഡൈസേഷൻ ഓഫ് സെൻട്രൽ എലമെന്റ് in oxyacid. Hybridization of central element in oxyacid. So acid is generally two types. So we know HCl. HCl is acid. Then sulfuric acid is acid. HCl sulfuric acid acid. So HCl is known as hydrocid and sulfuric acid is known as oxyacid. ഓക്സിജൻ അനിയോണിക് പാർട്ടിൽ വരുന്ന ആസിഡിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓക്സി ആസിഡ്. സോ ഓക്സി ആസിഡിന്റെ ഹൈബ്രിഡൈസേഷൻ നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? ഓക്സി ആസിഡിലെ സെൻട്രൽ എലമെന്റിന്റെ ഹൈബ്രിഡൈസേഷൻ നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? ഫോർ എക്സാമ്പിൾ H3BO3. H3BO3, so important compounds H3BO3. So boric acid. So boric acid നമ്മുടെ സിലബസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോമ്പൗണ്ട് ആണ് ബോറിക് ആസിഡ്. ഇതിന്റെ സ്ട്രക്ചർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പി ബ്ലോക്ക് എന്നുള്ള ചാപ്റ്ററിൽ ബോറിക് ആസിഡിന്റെ സ്ട്രക്ചർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഹൈബ്രിഡൈസേഷൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു മോളിക്യൂളാണ് H3BO3, boric acid. So it's a oxy acids of boron. The next molecule H2CO3, soda water, H2CO3. So boric acid boron hybridization identify ചെയ്യണം. Then carbonic acid carbon hybridization identify ചെയ്യണം. Then HNO3, so oxy acids of nitrogen, nitric acid. Then HNO2, oxy acids of nitrogen, nitrous acid. H3PO4, phosphorus hybridization. Phosphorus മറ്റൊരു ഓക്സി ആസിഡ് ആണ് H3PO3, അതിൽ phosphorus hybridization. Then H2SO4, sulfuric acid, hybridization of sulfur. H2SO3, hybridization of sulfur, sulfurous acid. Then HClO4, chlorine oxyacid, HClO4, then HClO3, then HClO2. ഇതിലെല്ലാം സെൻട്രൽ എലമെന്റിന്റെ ഹൈബ്രിഡൈസേഷൻ ഐഡന്റിഫൈ ചെയ്യണം. സോ ഓക്സി ആസിഡിൽ സെൻട്രൽ എലമെന്റിന്റെ ഹൈബ്രിഡൈസേഷൻ നമ്മൾ എങ്ങനെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? സോ ദിസ് ഇസ് എ ട്രിക്ക്. വളരെ പെട്ടെന്ന് നമുക്ക് ഹൈബ്രിഡൈസേഷൻ ഐഡന്റിഫൈ ചെയ്യാം. സോ ബോറോണിന്റെ ഓക്സി ആസിഡ്, then carbon into oxyacid, then nitrogen oxyacid, hybridization is always sp2. Boron into oxyacid, carbon into oxyacid, nitrogen oxyacid, hybridization is always sp2. Then phosphorus, then sulfur, then chlorine. ഇതിന്റെ ഓക്സി ആസിഡ് ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ sp3. സോ ഈ ഒരു ടിപ്പിലൂടെ നമുക്ക് വളരെ പെട്ടെന്ന് ഹൈബ്രിഡൈസേഷൻ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. നമ്മളിതിലേക്ക് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഹൈബ്രിഡൈസേഷൻ കാണുന്ന മെത്തേഡിലൂടെയാണ് പിള്ളേരെ നോർമലി ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാറുള്ളത്. അങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആൻസറിലേക്ക് എത്തും. പക്ഷെ ഒബ്ജക്റ്റീവ് എക്സാമിൽ വളരെ വേഗത്തിൽ എത്രത്തോളം സ്പീഡിൽ നമുക്ക് ആൻസറിൽ എത്താൻ പറ്റുമോ അത്രത്തോളം നമ്മുടെ ടൈം നമുക്ക് ലാഭിക്കുകയും അത് നമുക്ക് മറ്റുള്ള ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുകയും ചെയ്യും. സോ അതുകൊണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ബോറോൺ, കാർബൺ, നൈട്രജൻ ഇസ് oxy acid, hybridization is sp2. Then phosphorus, sulfur, chlorine, hybridization is sp3. First example, boric acid is an oxy acid of boron. We can identify hybridization is sp2. Next, H2CO3, carbon, oxy acids of carbon, hybridization sp2. Then phosphoric acid H3PO4. So phosphoric acid is a oxy acids of phosphorus. Oxy acids of phosphorus means hybridization sp3. Then H3PO3, phosphorus acid is also oxy acids of phosphorus, hybridization sp3. The next example HNO3, nitric acid.
Nitric acid, nitrogen atom central element. So oxyacids of nitrogen. Oxyacids of nitrogen hybridization is always sp2. Nitrous acid, oxyacids of nitrogen hybridization is sp2. Okay. Next, sulfuric acid. So oxyacids of sulfur hybridization sp3. Sulfurous acid, oxyacids of hybridization sp3. Next, HClO4, it's the oxyacids of chlorine. Chlorine oxyacid means hybridization sp3. വളരെ പെട്ടെന്ന് നമുക്ക് hybridization sp3 ആണെന്ന് predict ചെയ്യുക. വെറും നമ്മൾ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയോ ലോൺ പെയർ കൗണ്ട് ചെയ്യാൻ പോകുക ഒന്നും വേണം. നേരിട്ട് നമുക്ക് sp3 hybridization. HClO3, it's again oxyacids of chlorine hybridization sp3. Then oxyacids of HClO2 chlorine, oxyacids of chlorine HClO2 chlorine hybridization sp3. ഈ ഒരു ടിപ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഓക്സിയാസിഡിന്റെ ഹൈബ്രിഡൈസേഷൻ ഐഡന്റിഫൈ ചെയ്യാം. നോർമലി ചില പിള്ളേർ വരുത്താനുള്ള ഒരു മിസ്റ്റേക്ക് ആണ് HNO3 ഹൈബ്രിഡൈസേഷൻ sp2, അങ്ങനെ വന്ന് HNO2 ഹൈബ്രിഡൈസേഷൻ sp എന്ന് പറയും. ഫോർ എക്സാമ്പിൾ HClO4 ഹൈബ്രിഡൈസേഷൻ sp3. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒരു ഓക്സിജനെ കളഞ്ഞു, ഇത് HClO2ലേക്ക് വന്നു. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ എന്താ? അപ്പോൾ പിള്ളേർ പ്രെഡിക്ട് ചെയ്യാൻ ചാൻസ് ഉള്ളത് sp2 പ്രെഡിക്ട് ചെയ്ത് കാണാറുണ്ട്. അതുപോലെ HClO2 ഓരോ ഓക്സിജൻ കളയുന്നു, അപ്പോൾ ഓരോ ഹൈബ്രിഡൈസേഷൻ sp3 sp2 ആയിട്ട് മാറി, then sp2 sp ആയിട്ട് മാറി എന്നുള്ള ഒരു ആൻസറിലേക്ക് എത്താനുള്ള ചാൻസ് പിള്ളേർ നോർമലി കാണിക്കാറുണ്ട്. ഇല്ല, ക്ലോറിന്റെ എല്ലാ ഓക്സിയാസിഡും ഹൈബ്രിഡൈസേഷൻ sp3. ഫോസ്ഫറസിന്റെ എല്ലാ ഓക്സിയാസിഡും ഹൈബ്രിഡൈസേഷൻ sp3. ഓക്കെ, സോ ഓക്സിയാസിഡിന്റെ ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ നമ്മുടെ മൈൻഡിലേക്ക് വരേണ്ട ടിപ്പ് boron, carbon, nitrogen, its oxyacid hybridization is sp2. Then phosphorus, sulfur, chlorine hybridization sp3. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇനി നമുക്ക് മറ്റുള്ള ട്രിക്കുകളുമായിട്ട് പുതിയ ടിപ്സുകളുമായിട്ടും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടുമുട്ടാം. ഓക്കെ, താങ്ക് യു.